നമ്മുടെ കറണ്ട് ബില്ലിലെ സർചാർജ് കണ്ട് നമ്മൾ പലപ്പോഴും നെറ്റി ചുളിക്കാറുണ്ട്. എന്നാൽ വരും വർഷങ്ങളിൽ കേരളത്തിലെ ഓരോ കുടുംബവും ഏകദേശം 7,000 രൂപ മുതൽ 11,000 രൂപ വരെ വൈദ്യുതിക്കായി അധികമായി നൽകേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം സാങ്കേതിക പിഴവുകൾ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ഇളക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് 465 മെഗാവാട്ടിന്റെ വൈദ്യുതി കരാർ റദ്ദാക്കപ്പെട്ട സംഭവം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരാണ് ഇതിന് ഉത്തരവാദി? നമുക്ക് വരാൻ പോകുന്ന നഷ്ടം എത്രയാണ്? ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. നമുക്ക് 2014 ഒന്ന് പോകാം. അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് 25 വർഷത്തേക്ക് 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEB സ്വകാര്യ കമ്പനികളുമായി കരാർ ഒപ്പിട്ടത്. യൂണിറ്റിന് ശരാശരി 4 രൂപ 29 പൈസ എന്ന ആകർഷകമായ നിരക്കിലായിരുന്നു ഈ ദീർഘകാല കരാർ. ജാബുവ പവർ, ജിൻഡാൽ പവർ തുടങ്ങിയ വമ്പൻ കമ്പനികളായിരുന്നു ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ 2021 മെയ് മാസത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഈ കരാറുകൾ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ടു. അതോടെ കേരളത്തിന്റെ ഊർജ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തു. അഴിമതി ആരോപണങ്ങൾ എന്നതിലുപരി കൃത്യമായ സാങ്കേതിക കാരണങ്ങളാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത്. പ്രധാനമായും 3 കാര്യങ്ങൾ. കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡേർഡ് ബിൽഡിംഗ് ഡോക്യുമെന്റുകളിൽ നിന്നും വ്യതിചലിച്ചാണ് ടെൻഡർ നടന്നത്. ഇതിന് മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ല. 2003 ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ 63 പ്രകാരമുള്ള കർശന നിയമങ്ങൾ ബിൽഡിംഗ് പ്രക്രിയയിൽ പാലിക്കപ്പെട്ടില്ല. ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ് മാതൃകയിൽ വരുത്തിയ മാറ്റങ്ങൾ കരാറിന് നിയമസാധുത ഇല്ലാതാക്കി എന്ന് കമ്മീഷൻ കണ്ടെത്തി. ചുരുക്കത്തിൽ നടപടിക്രമങ്ങളിലെ സാങ്കേതിക പിഴവുകൾ വലിയൊരു നിയമക്കുരുക്കായി മാറി. ഇനി നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കണക്കിലേക്ക് വരാം. ഈ കരാർ പോയതോടെ KSEBക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് വേണ്ടത് 465 മെഗാവാട്ട്. കരാർ നിരക്ക് 4 രൂപ 29 പൈസ. കരാർ റദ്ദാക്കിയതോടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും 8 രൂപ മുതൽ 12 രൂപ വരെ നൽകി വൈദ്യുതി വാങ്ങേണ്ടി വന്നു. നമുക്ക് യൂണിറ്റിന് 8 രൂപ ശരാശരി കണക്കാക്കിയാൽ പോലും വ്യത്യാസം 3 രൂപ 71 പൈസയാണ്. ഒരു ദിവസത്തെ നഷ്ടം ഏകദേശം 4.14 കോടി രൂപ. ഒരു വർഷത്തെ നഷ്ടം ഏകദേശം 1,490 കോടി രൂപ. 25 വർഷത്തെ കരാർ കാലാവധി കണക്കാക്കിയാൽ ഏകദേശം 10,000 കോടി രൂപ മുതൽ 15,000 കോടി രൂപ വരെ. ഇത് നിസ്സാരമായ ഒരു തുകയല്ല. ഈ നഷ്ടം KSEB സ്വന്തം പോക്കറ്റിൽ നിന്നല്ല ഈടാക്കുന്നത്. കേരളത്തിലെ 1.4 കോടി ഉപഭോക്താക്കളുടെ തലയിലേക്കാണ് ഇത് വരുന്നത്. ഓരോ ഉപഭോക്താവിനും വരാൻ പോകുന്ന ബാധ്യത 7,000 മുതൽ 11,000 രൂപ വരെയാണ്. നിങ്ങൾ മാസം 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ സർചാർജ് ഇനത്തിൽ മാത്രം മാസം 25 രൂപ മുതൽ 40 രൂപ വരെ അധികമായി നൽകേണ്ടി വരും. ഇത് വീടുകളെ മാത്രമല്ല ചെറുകിട വ്യവസായങ്ങളെയും ബാധിക്കും. വൈദ്യുതി നിരക്ക് കൂടുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ വിലയും സ്വാഭാവികമായി കൂടും. അതായത് പരോക്ഷമായി ഇത് വലിയൊരു വിലക്കയറ്റത്തിന് തന്നെ കാരണമാകും. ഈ കരാർ പുനഃസ്ഥാപിക്കാൻ സർക്കാർ സെക്ഷൻ 108 ഉപയോഗിച്ച് ശ്രമിച്ചെങ്കിലും നിയമക്കുരുക്കുകൾ ഇപ്പോഴും തുടരുന്നു. സാങ്കേതികമായ ഒരു പിഴവ് എങ്ങനെയാണ് സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർത്തുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. രാഷ്ട്രീയത്തിനും അപ്പുറം ഇത്തരം ഭരണകാര്യങ്ങളിൽ കൃത്യത പാലിക്കേണ്ടത് എത്രത്തോളം അനിവാര്യമാണെന്ന് നമ്മളും തിരിച്ചറിയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.